എത്ര വലിയ സ്നേഹമാണെങ്കിലും ഭർത്താവ് ഒന്ന് മാറി നിന്ന് നോക്കട്ടെ. അപ്പൊ കാണാ ചില ഭാര്യമാരുടെ ലീലാവിലാസങ്ങള്. നീ ഇത് ആരുടെ കാര്യ പറയുന്നേ? ആ, ഭർത്താവ് ഗൾഫില്, പിന്നൊരു മോനുണ്ട്. ഭാര്യ കാമുകന്റെ കൂടെ ഒളിച്ചോടിയെന്നൊരു വാർത്ത കണ്ടു. അതിപ്പോ ഇവിടെ പറയാൻ കാരണം? അല്ല, പൊന്നാണ് പഞ്ചാരയാണെന്നൊക്കെ പറയുന്നവരുടെ തനിനിറ ഇതാണെന്ന് പറയുമായിരുന്നേ. നീ വളഞ്ഞു കിടന്ന് മൂക്കെ പിടിക്കാൻ നോക്കണ്ട. നീ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്കറിയാം. ആരെ ഉദ്ദേശിച്ച പറഞ്ഞതെന്നും അറിയാം. അറിയാലോ. അപ്പൊ എനിക്ക് അമ്മയോട് ചോദിക്കാലോ, ഈ കാണിക്കുന്നൊക്കെ ശരിയാണോന്ന്? എടി, നിനക്ക് എന്താ നിന്റെ പ്രശ്നം? നീ ആദ്യം അത് പറ. വെഡിങ് ആനിവേഴ്സറിയുടെ പേരിലെ കുഞ്ഞേച്ചി ഈ കാണിച്ചു കൂടുന്ന കോപ്രായങ്ങളെ കുടുംബമായിട്ട് താമസിക്കുന്നവർക്ക് ചേർന്നതാണോ? ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോന്നറിയാതെ വെറും ഒരു ഡ്രൈവറെ, അതും ഒരു ഭൂലോക റൗഡിയെ വിവാഹം ചെയ്യുന്നത് പോലെ അഭിനയിക്കുക. അമ്മ ഇത് ആരോടെങ്കിലും പറയാൻ പറ്റുന്ന കാര്യമാണോ? കളക്ടറാണെന്നും പറഞ്ഞ് എന്ത് കാണിക്കാന്നാണോ? എടി, ഇതൊക്കെ ശാലിനിക്ക് ഇഷ്ടമുണ്ടായിട്ട് ചെയ്യുന്നതാണോ? അവളുടെ അവസ്ഥ ഇതായി പോയില്ലേ? രാഘവേട്ടന്റെ അസുഖത്തിന്റെ ഭാഗമായിട്ട് എല്ലാരും കൂടി അറിഞ്ഞുകൊണ്ടൊരു നാടകം. അത്ര മാത്രമായിട്ട് അതിനെ കണ്ടാ മതി. കൂടുതൽ വേണ്ടാത്ത അർത്ഥങ്ങൾ കൊടുത്ത് നീ അതിനെ മോശപ്പെട്ട സംഭവമാക്കി ഒന്ന് മാറ്റണ്ട. ഓ, അത് ശരി. ഇപ്പൊ എനിക്കായ കുറ്റം. ചെയ്യുന്നവരും ചെയ്യിക്കുന്നവരും ഒക്കെ നിരപരാധികള്. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരും മോശക്കാരിയായല്ലേ? അല്ലെങ്കിലും എനിക്കറിയാം ഇതൊക്കെ ഇങ്ങനെ വരൂന്ന്. എന്ത് മാനം പോകുന്ന പണി കാണിച്ചാലും അമ്മ കുഞ്ഞേച്ചിയെ സപ്പോർട്ട് ചെയ്തല്ലേ പറയൂ. അതിന് കാരണമുണ്ട്. ശാലിനിക്ക് നിന്റെ മനസ്സിന്റെ അത്രയും കുശുമ്പും കുന്നായ്മയില്ല. അവൾ അന്നും ഇന്നും എന്നും വിഷ്ണുവിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അവളുടെ ലോകത്തെന്നും വിഷ്ണു മാത്രമേ ഉള്ളൂ. അത് ശരിക്കറിയാവുന്നത് കൊണ്ടാ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നതും അവക്ക് വേണ്ടി വാദിക്കുന്നതും. പിന്നെ ശിവനുമായിട്ടുള്ള വിവാഹ വാർഷികത്തിന്റെ കാര്യം, ഈ സിനിമയിലെ നാടകത്തിലൊക്കെ ഇതുപോലെ എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അഭിനയമാണെന്ന് കരുതി അങ്ങ് വിട്ടുകളയല്ലേ ചെയ്യുന്നത്, അല്ലാതെ അതിന്റെ പേരിൽ കുടുംബം തകർത്ത് കളയാ. ഇപ്പൊ എല്ലാം എനിക്ക് മനസ്സിലായി. ഇനി ഇതിനൊരു വിശദീകരണം അമ്മ തരുകയും വേണ്ട. ഈ കള്ളക്കളികളെല്ലാം നടത്തുന്നത് അമ്മയുടെ സമ്മതത്തോടു കൂടി തന്നെ അല്ലേ? അതേടി, അതെ. അതിനിപ്പോ എന്തോ കുഴപ്പം? ശിവന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്താലോ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാലോ എന്റെ മകളുടെ മാനം ഒന്നും ഇടിഞ്ഞു പോകില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം അവളെ എനിക്കറിയാം, അവളുടെ മനസ്സ് എനിക്കറിയാം, അവളുടെ ചിന്തകളും എനിക്കറിയാം. ഒരു മകളെ കുറിച്ച് ഇത്രയും വ്യക്തതയുള്ള ഒരു അമ്മയ്ക്ക് അവളെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ആ ഫോണിങ് എടുത്തേ. ഓ, കുഞ്ഞേച്ചിയാ? 100 ആയിസ. ഇങ്ങോട്ട് താടി, ഇങ്ങോട്ട്. ആ മോളെ ശാലിനി, എന്തായിടെ കാര്യങ്ങള്? ഈശ്വരൻ കാത്തു അമ്മ. വെഡിങ് ആനിവേഴ്സറി ആഘോഷമൊന്നും നടന്നില്ല. ഓ എന്റെ ഭഗവാനെ, എന്റെ പൊന്നുമോളെ, നീ തന്നെ ജയിച്ചു. ഞാൻ നേരാത്ത വഴിപാടുകളില്ല. നിന്റെ ടെൻഷൻ മാറിയല്ലോ. വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ നടന്നില്ല. ഓ, നന്നായി. പിള്ളച്ചേട്ടനും അച്ഛനും കൂടി വാങ്ങിച്ചുകൊണ്ട് വന്ന മോതിരത്തിന്റെ പേരിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആഹാ, അതൊക്കെ വിശദമായിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. അത് മതി മോളെ. എന്നിട്ടിപ്പോ രാഘവേട്ടന്റെ അവസ്ഥ എന്താ? മുറിയിൽ കയറി കഥകടച്ചിരിക്കുകയാണെന്നാ പറഞ്ഞേ. എന്തായാലും ചടങ്ങ് മുടങ്ങിയല്ലോ, അതിന് ഈശ്വരനോട് 100 നന്ദി പറയുന്നു. ശരി അമ്മേ, ഞാൻ ഓഫീസിലെത്തിയിട്ട് വിളിക്കാം. ശരി.